നമസ്കാരം, ഞാൻ ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് എവർക്കും സ്വാഗതം. ഏകദേശം 2-3 ദിവസം മുമ്പ് നമ്മളുടെ ആയുഷ് മീഡിയ പേജും അതേപോലെ ഗിരീഷ് ഭായിയുടെ എൻ്റെ സ്വന്തം വെൺമണി എന്ന പേജും കൂടി ഇലവുംതിട്ട മുക്കടയിലായിട്ട് രാജമ്മ എന്നൊരു അമ്മ നടത്തുന്ന ഒരു പെട്ടിക്കടയിലുണ്ടായ മോഷണത്തെപ്പറ്റി വീഡിയോ ചെയ്തിരുന്നു. അന്ന് ആ വീഡിയോ കണ്ടിട്ട് ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി സുഹൃത്ത് ആ അമ്മയ്ക്ക് ചെറിയ സഹായം എത്തിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ആ അമ്മയ്ക്ക് ആ സഹായം കൈമാറാൻ വേണ്ടി മെഴുവേലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നെജോ മോനെയും അതേപോലെ മെഴുവേലി ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ ബിജോ വർഗീസിനെയും PTA മീഡിയയുടെ ജിബിച്ചേട്ടനെയും വിളിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആ സഹായം ഒന്ന് കൈമാറാം. ഞാൻ മെഴുവേലി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. ഓരോ ദിവസവും പ്രിയപ്പെട്ട അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ആയുഷ് മീഡിയ പത്തനംതിട്ടയും എൻ്റെ സ്വന്തം വെൺമണി ഈ 2 ചാനലുകൾ നമ്മുടെ ഈ വാർത്തകൾ പുറത്ത് ആദ്യം വിടുമ്പോൾ ഇസ്രായേലിൽ നിന്നുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പേര് പറയരുത് എന്നാണ് പറഞ്ഞത്. അത്രയ്ക്ക് അദ്ദേഹം ചെയ്യുന്ന ഒരു സഹായം മറ്റൊരാൾ അറിയണ്ട എന്നുള്ള ഒരു ഒറ്റ കാഴ്ചപ്പാടിലാണ് അദ്ദേഹം 3000 രൂപ അയച്ച് പ്രിയപ്പെട്ടവർക്ക് നൽകി. അപ്പോൾ പ്രിയപ്പെട്ട അമ്മയ്ക്ക് ആ പൈസ കൈമാറുവാൻ മെഴുവേലി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ കടന്നു വരണം എന്ന് അവരാവശ്യപ്പെട്ടപ്പോൾ അതിലേറെ എനിക്ക് സന്തോഷം തോന്നി. അമ്മയ്ക്ക് ഒരിക്കൽ കൂടി ഒരു സഹായം കൂടി ചെയ്യുവാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷം നിറഞ്ഞ കാര്യമാണ്. നിങ്ങളുടെയൊക്കെ വാർത്തകൾ പുറം ലോകം കാണുമ്പോൾ ഒരുപാട് ആളുകൾ സഹായിക്കാൻ വേണ്ടി നല്ല മനസ്സുമായി മുമ്പോട്ട് കടന്നു വരുന്നുണ്ട്. മെഴുവേലി ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട ഒരാൾ തന്നെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഒരു 4 സെൻറ്റ് സ്ഥലം നൽകാമെന്ന് അവരറിയിച്ചിട്ടുണ്ട്. അപ്പം ആ സ്ഥലം പോയി ഒന്ന് കാണണം, അവിടെ ഒരു വീടൊക്കെ വെക്കുവാൻ കഴിയുന്ന സാഹചര്യമാണോ എന്നുള്ളത് കൂടി പരിശോധിക്കണം. അതുകൊണ്ട് നിങ്ങൾ നൽകുന്ന പിന്തുണ അത് എത്ര തന്നെ നിങ്ങളോട് നന്ദി പറഞ്ഞാലും അതിനൊന്നും മതി വരത്തില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളായി പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ മനസ്സിലെ ഏറ്റവും വലിയ ഒരു ചിന്താഗതിയാണ്. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇരുട്ടിൻ്റെ മറവിൽ നടത്തുന്ന ആളുകൾ ഇത് ഉപേക്ഷിക്കണം. 2 പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം പ്രായമുള്ള ആളുകൾ അവരുടെ ഉപജീവന മാർഗവുമായി ആരംഭിച്ചിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അവരെ ദ്രോഹിക്കുവാൻ ഒരാൾ മുമ്പോട്ട് കടന്നു വരരുത്. അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം പൊതുസമൂഹം ഏറ്റെടുക്കുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം നിറയുന്നു. ഇന്ന് രാവിലെ പ്രിയപ്പെട്ട അമ്മയുമായി സംസാരിച്ചു, ഭക്ഷണം കഴിച്ചോന്നൊക്കെ തിരക്കി. അപ്പം പ്രിയപ്പെട്ട വ്യക്തി നമ്മൾക്ക് വേണ്ടി തന്ന പൈസ നിങ്ങളുടെയൊക്കെ അനുവാദത്തോടു കൂടി കൈമാറുകയാണ്. അമ്മയ്ക്ക് എന്താ അവരോടൊക്കെ പറയാനുള്ളത്? ഈ അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കണം, അതാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം. ഞാൻ മെഴുവേലി പഞ്ചായത്ത് 10ാം വാർഡ് മെമ്പറാണ്. അതുകൂടാതെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ്. എൻ്റെ പേര് ബിജോ വർഗീസ്. ഇങ്ങനെ പാവപ്പെട്ടവരായിട്ടുള്ളവരെ ചേർത്ത് പിടിക്കുവാൻ വളരെ സന്തോഷമുണ്ട്. അതിന് ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. തീർച്ചയായിട്ടും നാട്ടുകാരുടെയും പിന്തുണ ആവശ്യമാണ്. എല്ലാ സഹൃദയങ്ങളുടെയും പിന്തുണ ആവശ്യമാണ്. ഇതുപോലെ അമ്മയ്ക്കും പിന്നെ അമ്മയെപ്പോലെ തന്നെ അനേകർ ഇനിയുണ്ട്. അവരെല്ലാം സഹായിക്കണമെന്നും അവരുടെ എല്ലാം കൈത്താങ്ങണമെന്നും ഞങ്ങൾക്ക് വളരെ ആഗ്രഹമുണ്ട്, സന്തോഷമുണ്ട്. അതിന് ഞങ്ങൾക്ക് ചെറുപ്പക്കാരനായ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളുടെ കൂടെയുണ്ട്, ഊർജ്ജസ്വലനായ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്. അതാണ് ഞങ്ങളുടെ വലിയ വിജയം. താങ്ക് യു. അപ്പം അമ്മയെ സന്തോഷമല്ലല്ലോ? അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് അതിലൂടെ അമ്മയുടെ അവസ്ഥ മനസ്സിലാക്കി ഈ അമ്മയ്ക്ക് ഈ സഹായം എത്തിച്ചു തരാൻ കാണിച്ച ആ നല്ല മനസ്സിൻ്റെ ഉടമയ്ക്ക് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.